അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ വീണ്ടും ഒരു ഇൻട്രാഡേ ട്രേഡ് എടുത്തിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ സെപ്റ്റംബർ 3 എടുത്ത ഒരു ട്രേഡാണ്. പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അത്യാവശ്യം ഒരു 50,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ചെറിയ റിസ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു വില വെച്ചിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 300 ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിക്കാൻ സാധിക്കും. നമ്മളപ്പോൾ ഈ വീഡിയോയിൽ 300 ക്വാണ്ടിറ്റി തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ടാറ്റ മോട്ടോഴ്സിലൊരു ട്രേഡ് എടുക്കുന്നത്. ഞാൻ വെറുതെ എൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ 1 മിനിറ്റ് ചാർട്ടിൽ ഇതിൻ്റെ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത്യാവശ്യം 690 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ഒരു 693 വരെയൊക്കെ പോയേക്കാം. സോ അത്രയും ഉള്ളൊരു പ്രോഫിറ്റ് നമുക്ക് ക്വിക്കായിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും 690.7 എന്ന് പറയുന്ന ലിമിറ്റ് പ്രൈസ് വെച്ചിട്ടാണ് 300 ക്വാണ്ടിറ്റി ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തു. നമ്മൾ വെച്ചിരിക്കുന്ന ലിമിറ്റ് പ്രൈസ് ഹിറ്റ് ആകുമ്പോൾ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആവും. ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ക്യാൻഡിൽ വന്ന് അതിൻ്റെ ലോവർ പോർഷനോട് അടുക്കുന്ന പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഓർഡർ പ്ലേസ് ചെയ്ത ക്യാൻഡിൽ 690.9 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് അതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ഒരു സ്റ്റക്കായിട്ട് നിന്നത്. അപ്പം ഇടയ്ക്ക് അത് ചിലപ്പോൾ ഒരു 690.7 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് മുകളിലേക്ക് പോകും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ 690.7 എന്ന് പറയുന്ന ലിമിറ്റ് പ്രൈസ് വെച്ച് ഓർഡർ പ്ലേസ് ചെയ്തത്. സോ അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 690.7 ഒക്കെ വൺസ് ഇൻ എ വൈൽ പോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന പ്രൈസാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ക്യാൻഡിൽ മുകളിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം 690 അങ്ങനെ ഒരു ചെറിയൊരു വേരിയേഷൻ കാണിച്ചാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ P&L നമ്മൾ നോക്കുമ്പോൾ റെഡ് കളറിൽ, അതായത് നെഗറ്റീവ് വരുന്നത് കുറവായിരിക്കും കമ്പാരേറ്റീവ്ലി. ജസ്റ്റ് ചിലപ്പോൾ കാണിച്ചിട്ട് പോകും, എന്നാലും കുറവായിരിക്കും. കാരണം നമ്മൾ ആ ക്യാൻഡിലിൻ്റെ തന്നെ ഒരു ലോവർ പോർഷൻ പിടിച്ചിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്. എന്തായാലും ഇത് മുകളിലേക്ക് തന്നെ പോകും, അത് 100% ഉറപ്പാണ്. നല്ല പ്രോഫിറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഏകദേശം 691.45 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ഏകദേശം 225 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ 12:15 12:30 ഇടയിൽ ഒരു 693 മുകളിൽ ഈ സ്റ്റോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എന്തോ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് മാത്രം പോയിട്ട് താഴേക്ക് വന്നിരിക്കുന്നത്. സോ ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോൾ ആ കറക്റ്റ് പോയിന്റിൽ നമുക്ക് ആ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവണം. 692 ജസ്റ്റ് ഹിറ്റ് ചെയ്ത് വീണ്ടും താഴേക്കാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ച് താഴേക്ക് വന്നാലും അവിടെ ഒരു സപ്പോർട്ട് ഫേസ് ചെയ്ത് വീണ്ടും ഇത് മുകളിലേക്ക് പോകും. നമ്മൾ പാനിക് ആവേണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ടൈമിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇവിടെ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ SLM എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 689 നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. 2 റെഡ് ക്യാൻഡിൽ വന്നെങ്കിലും പിന്നീട് അടുപ്പിച്ച് ഇപ്പോൾ 3 ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആ 693 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ ബുൾ റഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 692.70 692.80 എന്ന് പറയുന്ന റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ടാർഗറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനിവിടെ ലിമിറ്റ് കൊടുക്കുക. നമ്മൾ ടാർഗറ്റ് ആയിട്ടുള്ള 693 കൊടുക്കുക, സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ എപ്പോൾ ഈ 693 എന്ന് പറയുന്ന പ്രൈസ് ഹിറ്റാകുന്നു അപ്പോൾ ഓട്ടോ സെൽ ആയിക്കോളും. പക്ഷേ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ 693 റേഞ്ചിലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 693 വെക്കുന്നതിനേക്കാളും നല്ലതിന് കുറച്ച് താഴത്തേക്ക് മാറ്റി ഒരു ടാർഗറ്റ് ട്രിഗർ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് മോഡിഫൈ ചെയ്യാം. ഇവിടെ എക്സിറ്റ് പ്രസ് ചെയ്യുക. ഇവിടെ ലിമിറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ കറണ്ട് പ്രൈസ് ആയിട്ടുള്ള 692 വന്നിട്ടുണ്ട്, അത് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ പ്രൈസ് ഹിറ്റ് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. 692.7 ആ പ്രൈസ് ഹിറ്റായി നമുക്ക് കൃത്യം 600 രൂപ പ്രോഫിറ്റ്. അതായത് 2 രൂപ വെച്ച് 300 ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ആയപ്പോൾ 600 രൂപ. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടി, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. ഇനി നമ്മൾ ഇതിനകത്ത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇമോഷണലി അത് ട്രെയിൻ ചെയ്യും. അവിടെ ആ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വെറുതെ നോക്കിയിരുന്നത് അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ച് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻട്രാഡേ ട്രേഡ്. ഇത് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. അതുപോലെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. I will see you in my next video. I'm Adil Hussain signing off.